ഹരേ കൃഷ്ണ, ജയ ശ്രീ രാധേ രാധേ. അപ്പോൾ ഇപ്പം നേരം ഇതാ സന്ധ്യാനേരം ആകാൻ പോകുക. അപ്പോൾ പണ്ടൊക്കെ ആയിരുന്നു സന്ധ്യാനേരം എന്നൊക്കെ പറഞ്ഞാൽ ഉള്ള ഒരു സുഖം. എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴുള്ള കാലത്ത് അതൊക്കെ നൊസ്റ്റാൾജിയാണ്. കാരണം നാമജപമൊക്കെ ഇപ്പം എല്ലാ വീടുകളിലും ഉണ്ടോ? ഒന്ന് ആലോചിച്ച് നോക്ക്. എൻ്റെ ഈ വീഡിയോസ് കാണുന്നവർ തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. വീടുകളിലൊക്കെ ഇങ്ങനെ നാമജപങ്ങൾ ഇപ്പം നടക്കാറുണ്ടോ? പണ്ടൊക്കെ ആകുമ്പോൾ സന്ധ്യാനേരം ആവാൻ നോക്കുന്നതിന് മുമ്പ് കുളിയൊക്കെ കഴിഞ്ഞ് വിളക്കൊക്കെ കത്തിച്ച് ഒരു പായ വിരിച്ച് അവിടെ ഇരുന്ന് ജപിക്കും. ഇപ്പം അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഉണ്ടാവും, ചില വീടുകളിലൊക്കെ ഉണ്ട്, ഇല്ല എന്നല്ല. അപ്പോൾ അങ്ങനെയൊക്കെ വേണം. ഇപ്പം എൻ്റെ വീട്ടിലാണെങ്കിൽ ജപിക്കാറുണ്ട്. ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് ജപിക്കാറില്ലെങ്കിലും പായമൊക്കെ വിരിച്ച് ഓരോരുത്തരാണെങ്കിലും ഓരോരുത്തരും ജപിക്കലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ജപങ്ങൾ, ഭഗവാന്റെ നാമജപങ്ങൾ ഇനിയും തുടർന്ന് ഉണ്ടാവണം. ഇനിയിപ്പോൾ സന്ധ്യാസമയത്തൊന്നും വീടുകളിൽ എത്താൻ പറ്റാത്ത ആൾക്കാർക്ക് വേണ്ട, ഇരുന്ന് വിളക്കിൻ്റെ മുന്നിൽ നിന്ന് ജപിക്കണമെന്നില്ല. പുറത്താണുള്ളെങ്കിൽ പുറത്തുനിന്ന് ജപിച്ചാൽ മതി. അതാരും കേട്ട് ജപിക്കണമെന്നില്ല, ആരെങ്കിലും കേൾക്കണമെന്നൊന്നുമില്ല. നമ്മൾ ഭഗവാനെയാണ് ജപിക്കുന്നത്. അപ്പോൾ നാമം ചൊല്ലുന്നത് ഭഗവാന് ഭഗവാനിൽ മനസ്സർപ്പിച്ചിട്ടാണ്. അപ്പോൾ മനസ്സുകൊണ്ട് ജപിച്ചാൽ മതി. പുറത്താണുള്ളതെങ്കിലും 5 മിനിറ്റ്, എന്ത് തിരക്കാണെങ്കിലും ഒരു 5 മിനിറ്റെങ്കിലും ഈ സന്ധ്യാനേരത്ത് ജപിക്കണം. ഇപ്പോൾ ഓരോ കാരണങ്ങളാൽ, ഓരോ സാഹചര്യങ്ങളാൽ ജപിക്കാൻ പറ്റാത്തവരൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ളവരോടാണ് ഞാൻ പറയുന്നത്, എല്ലാവരും ജപിക്കണം. സദാസമയവും ജപിക്കാൻ പറ്റുന്നവർ സദാസമയവും മനസ്സിൽ ഭഗവാനെ ജപിച്ചുകൊണ്ടിരിക്കണം. ഇനി അതും പറ്റില്ല എന്നാണെങ്കിൽ സന്ധ്യാനേരത്തെങ്കിലും തീർച്ചയായിട്ടും നിങ്ങൾ മുടക്കാതെ ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് ജപിക്കണം. ഹരേ കൃഷ്ണ മഹാമന്ത്രം തന്നെ ഉണ്ടല്ലോ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ. അതെങ്കിലും ദിവസവും മറക്കാണ്ട് ചൊല്ലണം. എനിക്ക് ഈ സന്ധ്യാനേരത്ത് ഇങ്ങനെ ഒരു വീഡിയോ ഇടാൻ തോന്നി, അതുകൊണ്ട് ഇട്ടതാ. അപ്പോൾ ഇന്ന് മുതൽ തുടങ്ങാത്തവർ തുടങ്ങണം. ഭഗവാനെ എപ്പോഴും മനസ്സിൽ കൊണ്ട് നടക്കണം. മനസ്സിലല്ല, കയ്യിൽ, മനസ്സിൽ മാത്രമല്ല, എല്ലായിടങ്ങളിലും കൊണ്ട് നടക്കുക. ഭഗവാൻ കൂടെ തന്നെ ഉണ്ട്. എവിടെ പോകുമ്പോഴും ഭഗവാനെ സ്മരിക്കുക. അപ്പം ഇന്ന് മുതൽ സന്ധ്യാനേരത്ത് ജപിക്കാത്തവർ ഇന്ന് മുതൽ തുടങ്ങണം. ഹരേ കൃഷ്ണ.